ഹൈക്കോടതിയെ മാനിക്കാതെ കേരള സർവകലാശാല വൈസ് ചാൻസലർ കേരള സർവകലാശാല രജിസ്ട്രാർ KS അനിൽകുമാറിനെ സർവകലാശാലയിൽ വിലക്ക് ഏർപ്പെടുത്തി. കഴിഞ്ഞ ദിവസം സ്ഥാനമൊഴിഞ്ഞ ഡോക്ടർ സിസ തോമസാണ് രജിസ്ട്രാർക്ക് കത്തു നൽകിയത്. അതേസമയം യോഗ്യതയില്ലാത്ത വൈസ് ചാൻസലറെ തടയുമെന്ന് SFI വ്യക്തമാക്കി. കഴിഞ്ഞ ദിവസം സ്ഥാനമൊഴിഞ്ഞ ഡോക്ടർ സിസ തോമസാണ് സർവകലാശാല രജിസ്ട്രാർ KS അനിൽകുമാറിനെ സർവകലാശാലയിൽ വിലക്കി കത്ത് നൽകിയത്. രജിസ്ട്രാർ സസ്പെൻഷനിലാണെന്നും സർവകലാശാല ആസ്ഥാനത്ത് പ്രവേശിക്കരുതെന്നും ഇന്നലെ രാത്രി 11:50 അയച്ച മെയിലിൽ പരാമർശിക്കുന്നു. ഹൈക്കോടതി വിധി പോലും മാനിക്കാതെയാണ് സിസ തോമസിന്റെ നടപടി. അതേസമയം സർവകലാശാലകളെ കാവ്യവൽക്കരിക്കാനും വിദ്യാർത്ഥി വിരുദ്ധ നിലപാട് സ്വീകരിച്ച ഉന്നത വിദ്യാഭ്യാസ മേഖലയെ തകർക്കാനുള്ള ശ്രമമാണ് നടക്കുന്നതെന്നും ഇതിനെതിരെ ശക്തമായ പോരാട്ടം തുടരുമെന്നും SFI സംസ്ഥാന പ്രസിഡന്റ് M. ശിവപ്രസാദ് പറഞ്ഞു. കേരളത്തിലെ സർവകലാശാലകളിൽ യോഗ്യതയില്ലാത്ത വൈസ് ചാൻസലർമാരെ നിയമിച്ചാൽ അവരെ തടയുമെന്നും SFI വ്യക്തമാക്കി. കേരളത്തിലെ ഉന്നത വിദ്യാഭ്യാസ മേഖല ഒരു വർഗീയ ശക്തിക്കും അടിയറവ് പറയാതെ അതിശക്തമായി തന്നെ നിലനിൽക്കുന്നതിനാവശ്യമായ ഇടപെടലും ക്രിയാത്മകമായ സമരവും ഞങ്ങൾ നടത്തും. യോഗ്യതയില്ലാത്ത ക്വാളിറ്റി ഇല്ലാത്ത ഒരു വൈസ് ചാൻസലറെയും നിയമിച്ചുകൊണ്ട് കേരളത്തിലെ സർവകലാശാലകൾ മുന്നോട്ട് പോകാൻ ഞങ്ങൾ അനുവദിക്കില്ല. അത്തരം എല്ലാ വൈസ് ചാൻസലർമാരെയും തടയുന്നതടക്കമുള്ള നടപടികൾ സ്വീകരിച്ച് ഞങ്ങൾ മുന്നോട്ട് പോകും എന്ന് പറയാൻ ഞങ്ങൾ ആഗ്രഹിക്കുക. കഴിഞ്ഞ ദിവസം നടന്ന യൂണിവേഴ്സിറ്റി മാർച്ചുകളിൽ 30 വിദ്യാർത്ഥി പ്രതിനിധികളെയാണ് റിമാൻഡ് ചെയ്തത്. ഇതിൽ പ്രതിഷേധിച്ച് നാളെ SFI സംസ്ഥാന വ്യാപക പഠിപ്പ് മുടക്ക് സമരം നടത്തുമെന്നും ശിവപ്രസാദ് കൂട്ടിച്ചേർത്തു. കൈരളി ന്യൂസ്, തിരുവനന്തപുരം.